ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന കുടുംബമൊന്നിച്ച് പുൽക്കൂട്ടിലേക്ക്. പറുദീസയിലെ രക്ഷകന്റെ വാഗ്ദാനത്തിൽ തുടങ്ങി രക്ഷാകര ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. രക്ഷാകര ചരിത്രത്തിലെ ചില നിർണായക വ്യക്തികളെ ആഴത്തിൽ പരിചയപ്പെട്ടും അവരുടെ വിശ്വാസത്തിന്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരവസരമാണ് ഈ യാത്ര. ഈ യാത്ര ജോസഫിനോടും മേരിയോടുമൊപ്പം പുൽക്കൂട്ടിലെ ഉണ്ണിയിലെത്തുന്നു. വിജാതീയ വനിത കുടുംബ ബന്ധങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെപ്പോലെ നീയും പോകുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. യഹൂദ വംശജയല്ലാത്ത ഒരു വിജാതീയ സ്ത്രീയുടെ പേരിൽ പഴയ നിയമ ഗ്രന്ഥത്തിലൊരു പുസ്തകം. റൂത്തിനെക്കുറിച്ച് അസാധാരണമാണ്. സുഹൃദിനിയും വിശ്വസ്തയുമായ ഈ വിജാതീയ സ്ത്രീയെ ദൈവം തൻ്റെ വംശാവലിയിൽ ഒരു ഭാഗമാക്കി മാറ്റുന്നു. ദാവീദിൻ്റെയും ഈശോയുടെയൊക്കെ മുത്തശ്ശിയെപ്പോലെ. അമ്മായിയമ്മയോടുള്ള സ്നേഹത്താലും കടപ്പാടിനാലും പരിചയമില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ ധൈര്യം കാണിച്ച സുഹൃദിനിയായ വിധവയായ ഒരു വിജാതീയ സ്ത്രീ. സ്വന്തം മാതാപിതാക്കളോട് പോലും കടപ്പാടോ സ്നേഹമോ ഒക്കെ കുറഞ്ഞു വരുന്ന കാലത്ത് അമ്മായിയമ്മയോടുള്ള സ്നേഹത്താലും കടപ്പാടിനാലും ഇറങ്ങിത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ വിശ്വസ്തതയും സ്നേഹവും സുഹൃതങ്ങളും എങ്ങനെയാണ് ദൈവം കാണാതിരിക്കുക? നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധങ്ങളിലുള്ള വിശ്വസ്തതയും സ്നേഹവും ആത്മാർത്ഥതയുമൊക്കെ ഓർക്കാനുള്ള ഒരു സമയമാകട്ടെ ഈ റൂത്തിൻ്റെ ധ്യാനം. വിശ്വസ്തതയോടെ സ്നേഹത്തോടെ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ വിളക്കി ചേർക്കാനാവട്ടെ. നമുക്ക് മുറിവേറ്റ അനുഭവങ്ങളുണ്ടാകാം. ആ മുറിവുകൾ സൗഖ്യത്തിനായി തമ്പുരാന് മുൻപിൽ സമർപ്പിക്കാം, ആ വ്യക്തികളെ സമർപ്പിക്കാം. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും വിശ്വാസവും നിലനിർത്താനായി ഈ വചനം ഉരുവിടാം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. പൂർണ്ണമായി വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും സ്നേഹത്തിൽ സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു.